വായി തുറന്ന് വരാത്ത രണ്ട് കാരണങ്ങൾ ഈ പള്ളിക്ക് പറയപ്പെടുന്നുണ്ട്. ഒന്ന്, അള്ളാന്റെ റസൂല് പെരുന്നാൾ നിസ്കരിച്ച പള്ളിയാണ് ഇത് എന്ന് പറയുന്നു. അള്ളാന്റെ റസൂല് പെരുന്നാൾ നിസ്കരിച്ച പള്ളിയാണ്. അതല്ല, നബിതങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്തു എന്ന് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ഗമാമ, മേഘം എന്നർത്ഥം വരുന്നു. ഈ ആകാശത്തിൻ്റെ മേഘം, സൂര്യൻ നല്ല ചൂടുള്ളപ്പോൾ നബിതങ്ങൾക്ക് തണലിട്ട് കൊടുത്ത സ്ഥലത്ത് അവിടെ ഒരു പള്ളി പണിതു എന്ന് പറയുന്നു. നമ്മൾ മക്കയിൽ മരം തണലിട്ട് കൊടുത്ത ഒരു സ്ഥലത്ത് ഒരു പള്ളി മസ്ജിദു ഷജറ. അപ്പോൾ മേഘം തണലിട്ട് കൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി പണിതു എന്ന് പറയുന്നു. മസ്ജിദുൽ ഗമാമാണ് ഈ പള്ളിക്ക് പറയുന്നത്. മറ്റൊരു പള്ളിയാണ് ആ കാണുന്നത്. നിങ്ങൾ കണ്ടില്ല, എല്ലായിടത്തിലേക്കും പോകാൻ നേരമില്ലാത്തവരെ ലിസ്റ്റ് കാണിച്ചില്ല. ആ പള്ളിയുടെ പേര് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നമ്മുടെ പേരിലുള്ള പള്ളിയാണ്. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, സിദ്ദീഖ് തങ്ങളെ വീടാവാം. അങ്ങനെ സിദ്ദീഖ് തങ്ങളെ വീടാണെങ്കിൽ അത് വേറെ ആര് വീടാവാൻ സാധ്യതയുണ്ട്? ആയിഷ ബീവിന്റെ വീട്. ആയിഷ ബീവിന്റെ വീടാണെങ്കിൽ അവിടെ ആര് താമസിച്ചിട്ടുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിട്ടുണ്ടാവും. ഇല്ല, ഇതെല്ലാം അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമതൊരു പള്ളിയാണ് കാണുന്നത്, വെള്ളക്കളറിലൊരു പള്ളി. കണ്ടോ, മസ്ജിദ് അലി എന്നാണ് ആ പള്ളിക്ക് പറയുന്നത്. മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരുള്ള പള്ളി. എന്ത്? അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരുള്ള പള്ളി. അതേപോലെ ഹാജി അങ്ങോട്ടോ, ഇവിടെ കുറച്ച് നടക്കാനുള്ളത് നടത്തം ഒഴിവാക്കുക. ഞങ്ങൾ ഈ ഇടുക്കിലല്ല, ഈ ഇടുക്കിനോടെ കൂടെ കുറേ ചെടി കാണുന്നില്ല നിങ്ങൾ? ഇങ്ങനെ കുറച്ചങ്ങ് പോയിട്ട് അപ്പുറം 2-3 ബിൽഡിങ്ങാണ് കാണുന്നത്. ഇല്ല, കുറേ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അവിടുത്തെ ജനാസ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹിന്റെ ജനാസ മറവ് ചെയ്തത്. അന്ന് ഒരു ചർച്ച നടന്നിരുന്നു. എന്താ ചർച്ച? ആര് ഖലീഫയാകുമെന്ന്. സിദ്ദീഖ് തങ്ങളാണോ ഖലീഫ, ഉമർ ഖത്താബ് തങ്ങളാണോ, അലി തങ്ങളാണോ, അതല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളാണോ? ഈ ചർച്ച നടന്ന ബൈഅത്ത് റിദ്വാൻ എന്ന് പറയുന്ന സ്ഥലം ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ കുറച്ചിപ്പറായിട്ടാണ്. അവിടെ കാണാനൊന്നുമില്ല, ചെറിയൊരു കെട്ടിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. ബൈഅത്ത് റിദ്വാൻ അഥവാ ഖലീഫയെ തെരഞ്ഞെടുത്ത സ്ഥലം. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് കാണാനും പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് മദീന. ഈ കാണുന്ന കുടയൊക്കെ സുബഹിൻ്റെ സമയത്ത് പൊന്തും, മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പം കുട അടക്കുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇനിയും വരാനും കാണാനൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ വന്നതും കണ്ടതും നടന്നതും നമ്മൾ ഈ പോയതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഓരോ അതിൻ്റെ 10 മടങ്ങ് പ്രതിഫലം അല്ലാഹു തരട്ടെ. ഒരുപാട് ദുആകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരത്തെ ഉമ്മാക്ക് ദുബായിൽ പോകാൻ പറ്റിയിട്ടില്ല, അവർക്ക് അല്ലാഹു ദുബായിൽ പോയതിൻ്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. ഇവിടെ വന്നിട്ട് ദുബായിൽ ചെന്നെത്താൻ പറ്റിയില്ലല്ലോ എന്നതുകൊണ്ട് പടച്ചവൻ ആ ഖുബയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകട്ടെ. അവർക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത്. പടച്ചവൻ അവർക്ക് ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ.